മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി ഹറംകാര്യ വിഭാഗം. ഇഫ്താർ ഒരുക്കുന്നവർ നേരത്തെ അനുമതി വാങ്ങണം. ഭക്ഷണ പാക്കിങ്ങുകളിൽ പരസ്യങ്ങളോ മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളോടെയുള്ള പ്രിന്റുകളോ പാടില്ല എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. റമദാനിൽ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ വിശ്വാസികൾക്ക് ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായിരിക്കും ഇഫ്താറിന് അനുമതി നൽകുകയെന്നും ഉയർന്ന ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇഫ്താർ ഉദ്ദേശിക്കുന്നവർ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും പെർമിറ്റ് എടുക്കുകയും വേണം. അപേക്ഷയോടൊപ്പം വാണിജ്യ രജിസ്ട്രേഷന്റെ കോപ്പി, വിതരണ പദ്ധതിയുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ സമർപ്പിക്കണം. അപേക്ഷ ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ ഹറംകാര്യ വിഭാഗത്തിന്റെ മറുപടി ലഭിക്കും. ഇഫ്താർ വിതരണത്തിൽ ശരീഅത്ത് നിയമങ്ങളും ആരോഗ്യവും സുരക്ഷാ ചട്ടങ്ങളും പാലിക്കണം. അനുവദിക്കപ്പെട്ട ഏരിയയിൽ മാത്രമേ ഇഫ്താർ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഹറംകാര്യ വിഭാഗം നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രമേ വിഭവങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. വിതരണം ചെയ്യുന്നവരിലോ പാക്കിങ്ങിലോ ഒരു തരത്തിലുള്ള പരസ്യവാചകങ്ങളോ പ്രവർത്തനങ്ങളോ അനുവദിക്കില്ല. നിയമലംഘകർക്കെതിരെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.